ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീത ജീവിത വിജയമന്ത്രം. ജീവിത വിജയത്തിന് ഭഗവത്ഗീതയോളം ശ്രേഷ്ഠമായ ഒരു കൃതി ലോകത്തിൽ ഇല്ല. കാരണം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു മനുഷ്യ ജീവിതം എങ്ങനെ വിജയിപ്പിച്ചെടുക്കാമെന്ന് നമുക്ക് കൃത്യമായി വളരെ വ്യക്തതയോടെ പറഞ്ഞു തരുന്ന അത്യുജ്വലമായ ജീവിത വിജയ ശാസ്ത്രമാണ് ഗീത. കാരണം നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു ക്ലാരിറ്റി, നമ്മളെക്കുറിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തെ, ജനങ്ങളെക്കുറിച്ച്, ആളുകളെക്കുറിച്ചുള്ളൊരു വ്യക്തത ഭഗവത്ഗീത തരുന്നിടത്തോളം ഒരു ഗ്രന്ഥവും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ക്ലിയറാണ് അതിൻ്റെ വിഷൻ. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഗീത പറഞ്ഞു തരുന്ന ജീവിതത്തിൻ്റെ പ്രധാനമായ സത്യങ്ങളെ നാം ഉൾക്കൊള്ളാൻ തയ്യാറാവുക. ഭഗവത്ഗീത ജീവിത സത്യത്തെയാണ് പഠിപ്പിക്കുന്നത്. ഈ സത്യം എന്ന വാക്ക് സത്യത്തിൽ നമ്മളതിന് വാല്യൂ ചെയ്യുന്നില്ല. കാരണം നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സത്യം, അത് മാത്രമേ നമ്മൾ സത്യമായിട്ട് പറയാറുള്ളൂ. ഞാൻ കണ്ടത് സത്യം, ഞാൻ സത്യമായി കണ്ടു, ഞാൻ സത്യമായി കേട്ടു, ഞാൻ സത്യം പറയുകയാണെന്നൊക്കെ പറഞ്ഞാൽ പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ നമ്മൾ സത്യമായിട്ട് കാണുന്നുള്ളൂ. എന്നാൽ യഥാർത്ഥ സത്യം, ജീവിത സത്യം നമ്മളാരും അറിഞ്ഞിട്ടില്ല, നമ്മളാരും മനസ്സിലാക്കിയിട്ട് നമ്മളെ ആരും പഠിപ്പിച്ചിട്ടുമില്ല. ഇതാണ് ഗീത നമുക്ക് കാണിച്ചത്, നമ്മളെക്കുറിച്ചുള്ള സത്യം, ജീവിതത്തെക്കുറിച്ചുള്ള സത്യം. ഇവിടെ ഇതര മതങ്ങളൊക്കെ പരാജയപ്പെട്ട ഒരു കാര്യമാണ് സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തൽ. കാരണം ഈ സത്യം എന്നത് നമുക്ക് ഇവിടെ തന്നെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ, അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഗീത പഠിപ്പിക്കുന്ന സത്യം. എന്നാൽ ഇതര മതങ്ങളുടെയൊക്കെ മതഗ്രന്ഥങ്ങൾ വിശ്വാസങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. ഈ വിശ്വാസവും സത്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് അത് കേവലം അന്ധമായി വിശ്വസിക്കുകയാണ് പല കാര്യം. അതായത് പാപിയാണെന്ന് ഇപ്പം ക്രിസ്തു മതത്തിൽ നിങ്ങൾക്ക് കാണാം, ബൈബിളിലൊക്കെ കാണാം. കാരണം ദൈവം മനുഷ്യനോട് പറഞ്ഞു, നീ അന്ന് ആദവും അവ്വയും അവരെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു, ഏദൻ തോട്ടത്തിലേക്ക് കയറരുത്, അതെൻ്റെ പ്രൈവറ്റ് തോട്ടമാണ്. ഇവർ വിശന്നു കഴിഞ്ഞാൽ തോട്ടം ആരുടെയെന്ന് നോക്കൂ. അവർ റബ്ബർ തോട്ടം അല്ലാത്തതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ കയറി. അവിടെ ചെന്നപ്പോൾ ആപ്പിളും മറ്റുള്ള ഫ്രൂട്ട്സൊക്കെ കണ്ടപ്പോൾ അവർ കൊതി പിടിച്ചിട്ട് അവർ ചാടി പിടിച്ച് കയറി. അങ്ങനെ കയറുമ്പോഴാണ് ഈ ദൈവം പറഞ്ഞത്, അത് വിലക്കപ്പെട്ട ഖനിയാണ്, അതുകൊണ്ട് നീ ആ ഖനി കഴിക്കരുതെന്ന്. അപ്പോൾ ഇവിടെ രണ്ടുപേരും കൂടെ വലിഞ്ഞ് കയറി. അപ്പോഴേക്കൊരു സാത്താനോ ചേത്താനോ ഒരു പാമ്പറ്റ വന്നിട്ട് പറഞ്ഞു, കയറിക്കോളൂ, ഇത് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാണ്, ആ ദൈവം വേറില്ലാത്ത മനുഷ്യനാണ്, അയാൾ പറയുന്നു കേൾക്കണ്ട, നിങ്ങൾ ചാടി കയറിക്കോ, നിനക്കിപ്പോൾ വിശപ്പടക്കാന്ന്. അപ്പോൾ അവൻ ആ പാവം കയറി. ഭാര്യയല്ല മറ്റേ ഹവയും പറഞ്ഞു, നീ കയറടാന്ന്. അവൾ പറഞ്ഞ പ്രകാരം കയറി ഒക്കെ പറിച്ച് കഴിച്ചപ്പോഴാണ് അവർക്ക് ബോധം വന്നത് തുണിയില്ല എന്നുള്ളത്. ദൈവം തുണിയില്ലാതെ അയച്ചത്. അപ്പോൾ അവർ മേലെയൊക്കെ മറച്ച് ശരീരത്തിലൊക്കെ മറച്ചു. അങ്ങനെയൊക്കെ നടന്ന് പിന്നെയാണ് മനുഷ്യന് ബുദ്ധി വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഇത്തരം കഥകളിലൂടെയൊക്കെയാണ് മനുഷ്യൻ പാപിയാണെന്നും ഈ ആപ്പിൾ കഴിച്ചുകൊണ്ട് പാപിയാണെന്നും പിന്നെ ദൈവം അവനെ നിത്യപാപിയായിട്ട് ആ സമൂഹത്തെ അങ്ങനെ വച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഏത് തലമുറ അംഗീകരിക്കും? അതേപോലെ മരണാനന്തരം ഒരു സ്വർഗത്തിൽ അങ്ങനെ ചെന്ന് സുഖിക്കാമെന്നൊക്കെ വെറും അന്ധമായേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഗീത ഇത്തരം അന്ധവിശ്വാസങ്ങളെ അല്ല പഠിപ്പിക്കുന്നത്, യാഥാർത്ഥ്യങ്ങളെയാണ്, സത്യത്തെയാണ്. നിങ്ങൾ ഈ രണ്ട് വാക്കുകളൊന്ന് പഠിക്കുക, ബിലീഫ് വേഴ്സസ് സത്യം. വിശ്വാസവും സത്യവും. വിശ്വാസം എപ്പോഴും അന്ധമാണ്. അത് മനസ്സിലാക്കാതെയാണ് ഇതര മതങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക, അത് തന്നെ ഒരു അന്ധതയാണ്. കാരണം നിങ്ങളെന്തിനാ വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ വിശ്വാസം എന്നൊരു വാക്ക് പൊതുവെ ഹിന്ദു മതത്തിൽ ഉപയോഗിക്കില്ല. പക്ഷേ ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ്. കാരണം ഒരു കൊളോക്കൽ ലാംഗ്വേജ് ആയിപ്പോയി. ആത്മവിശ്വാസം എന്നൊരു വാക്ക് ശരിക്കും ഹിന്ദു മതത്തിലില്ല. പക്ഷേ ഞാൻ പോലും ഉപയോഗിക്കാറുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആത്മവിശ്വാസം എന്ന് പറഞ്ഞ് ശീലിച്ചു പോയി സമൂഹം. അതിന് പകരം നമ്മൾ എന്താ പറയേണ്ടത്? ആത്മബോധം എന്നാണ്. ബോധം എന്നുള്ളൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ആത്മബോധം, അവനവനൊരു ഉറപ്പ്, ബോധം, ബോധിക്കുക, ബോധ്യപ്പെടുക,
ഉറപ്പിക്കുക. അത് വിശ്വാസത്തേക്കാൾ വളരെ തീവ്രമാണ് ഈ ബോധം. വിശ്വാസം എന്നത് വെറും വിശ്വാസം തന്നെയാണ്. അപ്പം നിങ്ങൾ ദൈവവിശ്വാസിയാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ ആരാ നിങ്ങൾക്ക് അറിയോ? പിന്നെ വിശ്വസിക്കുക നിങ്ങൾ അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന്. അപ്പോൾ വിശ്വസിക്കാത്തവനും വിശ്വസിക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുണ്ട്. വിശ്വസിക്കുന്നവനും ദൈവത്തിനെ കണ്ടിട്ടില്ല, ദൈവം എന്താണെന്നറിയില്ല. വിശ്വസിക്കാത്തവനും ദൈവത്തിന് ആരെന്നറിയില്ല, അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്നിട്ട് പാവം നിങ്ങൾ നോക്കി, ഇസ്ലാം മതത്തിലൊക്കെ ഈ വിശ്വാസമില്ലാത്തവനെ കൊല്ലുകയാണ്, കാഫീർ എന്ന് പറയും. വിശ്വാസമുള്ളവനും കാഫീറാണ്. കാരണം അവനെന്ത് ഉറപ്പുണ്ട്? വിശ്വാസമുള്ളവന് ദൈവമുണ്ട് എന്നുറപ്പുണ്ട്, അവന് വല്ല അറിയൂ ഇതിനെക്കുറിച്ച്. പക്ഷെ അവൻ അങ്ങനെ ബ്ലൈൻഡ്ലി പഠിക്കുകയാണ്. പണ്ടൊരു കുട്ടി കുത്തിയിരുന്ന് പഠിച്ചതുപോലെ, ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് ദിനേശൻ, ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് ദിനേശൻ, ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് ദിനേശൻ. ഇത് കേട്ടിട്ട് അച്ഛൻ ചോദിച്ചു, എടാ ഗാന്ധിജി ദിനേശൻ്റെ അച്ഛനാണോ? നീ എന്താ ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് ദിനേശ് എന്ന് പറയണം. പിന്നെ പുസ്തകം നോക്കുമ്പോഴാണ് ടീച്ചർ വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്, ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് ദി നേഷൻ എന്നാണ്. ഈ ദി നേഷൻ എന്നുള്ളത് ഇവൻ കൂട്ടിച്ചേർത്തിട്ട് ദിനേശൻ 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 എന്ന് പറയുക. അപ്പോൾ ഈ ദി നേഷൻ എന്ന് വായിക്കുന്നതിന് വരെ ദിനേശൻ എന്ന് പറയുന്ന പോലെയാണ് സ്വർഗത്തിൽ ദൈവം ഇരിക്കണം, സ്വർഗത്തിൽ ദൈവം ഇരിക്കണം, സ്വർഗത്തിൽ ദൈവം ഇരിക്കണം. എന്തുറപ്പുണ്ട്? നിങ്ങൾക്കതിനെക്കുറിച്ച് വല്ല ബോധവുമുണ്ടോ, ബോധ്യവും കണ്ടിട്ടുണ്ടോ? ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഗീതയിലില്ല. ഇതിനൊന്നും സമയം ചെലവഴിക്കാൻ തന്നെ ഗീത തയ്യാറല്ല. കാരണം ഇതൊക്കെ വെറുതെ സമയം ചെലവഴിക്കാൻ. കാരണം നമുക്കറിയില്ല അവിടെ എന്തോ ഉണ്ട് എന്നുള്ളത്. ഹൂ നോസ് ഇറ്റ്? ആർക്കറിയാം? അപ്പം അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ വീണുപോവാതെ യാഥാർത്ഥ്യങ്ങളിലേക്ക്, സത്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉയർത്തണം. അപ്പം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആരാണ്? നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുക. അതിന് നമുക്ക് പുസ്തകങ്ങളൊന്നും ഇന്ന് അവൈലബിൾ അല്ല. ഗീത ഒഴിച്ച് വേറൊരു പുസ്തകവും, ഉപനിഷത്തുകളൊക്കെ ഉണ്ട്, പക്ഷെ വളരെ ഡീപ്പാണ്. ഭാഗവതമുണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിലാണ്. പക്ഷെ ഗീതയെല്ലാം നമ്മളെടുത്ത് പഠിക്കുമ്പോഴാണ് നമ്മളാരാണെന്ന് മനസ്സിലാവുക. നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആരാണ്. ഹു ആം ഐ? നിങ്ങൾ കേട്ട് കാണും, ബ്രഹ്മമഹർഷിയുടെ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഹു ആം ഐ, ഞാൻ ആര്? ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ ഗീത നമ്മളെ സഹായിക്കും. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും, നമ്മളെന്ന് പറയുന്ന ഇപ്പോൾ കാണുന്ന വ്യക്തിത്വം അല്ല നമ്മൾ. ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്ന തലത്തിൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റും. ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഊർജവും അതിൻ്റെ മാനിഫെസ്റ്റഡ് ഫോമാണ് പ്രപഞ്ചം. ഇപ്പം നിങ്ങളൊരു ഇലക്ട്രിക് ബൾബ് കാണുമ്പോൾ കാണാൻ പറ്റാത്തൊരു കറണ്ട് ഇല്ല നിഷേധിക്കാൻ പറ്റുമോ? ആ കാണാൻ പറ്റാത്ത കറണ്ടിൻ്റെ ശക്തിയിൽ നിൽക്കുന്ന പ്രകാശിക്കുന്ന ഒരു ബൾബ്. ഇപ്പം കാണാൻ പറ്റാൻ സാധിക്കാത്ത ഒരു ഇലക്ട്രിക് പവർ, ആ ഊർജം, അതിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സഹായം കൊണ്ട് പ്രകാശിക്കുന്ന ഒരു ബൾബ്. ബൾബിനെ നമ്മൾ കാണണം, പ്രകാശം നമ്മൾ കാണണം. പ്രകാശിപ്പിക്കുന്ന അതിൻ്റെ പിന്നിലുള്ള കറണ്ടിനെ നമ്മൾ കാണില്ല. അപ്പം കറണ്ട് ഉണ്ടെങ്കിലേ ബൾബ് പ്രകാശിക്കുള്ളൂ. നിങ്ങൾക്ക് പ്രകാശം കാണണോ, കറണ്ട് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പം കറണ്ടാണ് ആദ്യം, പിന്നെയാണ് പ്രകാശം. നമ്മൾ കാണുന്നത് പ്രകാശത്തെയാണ്. ഇതുപോലെയാണ് നമ്മൾ മനുഷ്യരെയൊക്കെ കാണുന്നത്. കണ്ണിലൂടെ ജീവൻ്റെ പ്രകാശം കാണും, കാതിലൂടെ അവർ കേൾക്കുന്നതും അവരുടെ ശരീരത്തിൻ്റെ ചലനങ്ങളൊക്കെ കാണണം. ഒരാൾ ശരീരം കൊണ്ട് ചലിക്കുന്നതും സംസാരിക്കുന്നതും കാണുന്നതൊക്കെ കണ്ണുകൊണ്ട് കാണുന്ന പ്രകാശം നമ്മൾ കാണണം. നമ്മളെപ്പോഴെങ്കിലും ഓർമ്മിപ്പിച്ചിട്ടുണ്ടോ? ജീവനെന്ന ശക്തിയാണ് ആദ്യം. ആ ജീവൻ്റെ പ്രസരണമാണ് അല്ലെങ്കിൽ പ്രകടനമാണ്, മാനിഫെസ്റ്റേഷനാണ് ഈ ശരീരം, ഈ ശരീരത്തിൻ്റെ ചലനം. ഈ ശരീരത്തിൻ്റെ സകല ചലനങ്ങളും ചിന്തകളൊക്കെ ജീവൻ്റെ പ്രകടനമാണ്. അപ്പം ജീവൻ എന്ത്? ഇപ്പം ജീവൻ കഴിഞ്ഞിട്ടേ ശരീരമുള്ളൂ, കറണ്ട് കഴിഞ്ഞിട്ടേ പ്രകാശമുള്ളൂ. എന്ന് വെച്ചാൽ കറണ്ട് ഉണ്ടെങ്കിലേ പ്രകാശമുള്ളൂ. അതുപോലെ ജീവൻ ഉണ്ടെങ്കിലേ ഈ കണ്ണിലൂടെ പ്രകാശമുള്ളൂ, നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ, ചലനമുള്ളൂ. ആ ജീവൻ, അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും മനസ്സിലാക്കിയാൽ, ജീവൻ എന്നാൽ നമുക്ക് പെട്ടെന്ന് അതിന് ഉത്തരം നമ്മൾ പഠിക്കാതെ നമുക്ക് പറയാൻ സാധ്യമല്ല. പക്ഷെ ഒന്ന് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് പറയാൻ പറ്റും. ജീവൻ എന്നത് നമുക്കുണ്ട്. എനിക്ക് ജീവനുണ്ട്, ഇല്ല നിങ്ങൾക്ക് ശരിയാൻ പറ്റില്ല. ആരും പറഞ്ഞില്ല ജീവനുള്ളവർ എനിക്ക് ജീവനില്ല കേട്ടോ എന്ന് ആരും പറഞ്ഞില്ല. ജീവനുള്ളിടത്തോളം കാലം നമുക്ക് ജീവനുണ്ട്. ജീവൻ പോയാൽ പോലും നമുക്ക് ജീവനില്ല എന്ന് പറയാൻ പറ്റില്ല.
അപ്പം അത് പറയണമെങ്കിലും ജീവൻ വേണം. ഇല്ല എന്ന് പറയണം ജീവൻ വേണം, ഉണ്ടെന്ന് പറയണം ജീവൻ. പക്ഷെ നമുക്ക് ജീവൻ ഉണ്ട്. ഈ ജീവൻ എന്ന് പറയണമെങ്കിൽ ബോധം ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെയാണ് പഠനം. ബോധം, ജീവൻ, ഇത് രണ്ടും ഒന്നാണോ? എന്താണ് ബോധം, എന്താണ് ജീവൻ? ഇതിനെക്കുറിച്ചൊക്കെ ഒരു ആധികാരികമായ പഠനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോഴാണ് ഈ ബോധം, കോൺഷ്യസ്നെസ്, അവയർനെസ്. കാരണം എനിക്ക് അവയർനെസ്, എനിക്ക് ബോധമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ജീവനോടെ ഇരിക്കുന്നു, എനിക്ക് സത്യമായിരിക്കുന്നു എന്ന് ബോധ്യമുള്ളത്. ആ ബോധമുള്ളത് കൊണ്ടാണ്, അവയർനെസ് ഉള്ളതുകൊണ്ടാണ്. അപ്പം എൻ്റെ മുന്നിൽ ഒരാൾ വന്നു നിൽക്കുമ്പം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഇദ്ദേഹമാണ്, ഇയാളാണ് എനിക്ക് പറയാൻ സാധിക്കുന്ന ബോധമുള്ളത് കൊണ്ടാണ്. ഞാൻ കേൾക്കുന്നത് ഇതാണ് എന്നെനിക്ക് ബോധമുള്ളത് കൊണ്ടാണ്. അപ്പം ഇവിടെ ബോധം, ആ ശക്തി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ജീവൻ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ബോധവും ജീവനും ഒന്നാണോ? അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ആഴത്തിലൊക്കെ പഠിക്കണം. അപ്പം നമുക്ക് മനസ്സിലാവും ഈ ബോധം അതുതന്നെയാണ് ജീവൻ. ജീവൻ തന്നെയാണ് ബോധം. കാരണം ജീവനും ബോധത്തിനും വേർപെട്ട് നിൽക്കാൻ പറ്റില്ല. ബോധം, ജീവൻ ഇത് വേർപെട്ട് നിൽക്കുകയില്ല. ജീവനുള്ളിടത്തോളം കാലം ബോധമുണ്ട്, ബോധമുള്ളിടത്തോളം കാലം ജീവനുണ്ട്. അപ്പം നിങ്ങളൊരു ചോദ്യം ചോദിക്കുക, രാത്രി ഉറക്കത്തിൽ ബോധമില്ലല്ലോ, പക്ഷെ അപ്പോഴും ജീവനില്ലേ? ആ ഒരു ചോദ്യം സ്വാഭാവികമാണ്. കാരണം രാത്രി ഉറങ്ങുന്ന ഒരാൾക്ക് ഒരു ബോധവുമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ആ വ്യക്തിയെ സംബന്ധിച്ച് ബോധമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബോധത്തിൻ്റെ ആ ഒരു സാന്നിധ്യം അവിടെ കിടക്കുന്നത് കൊണ്ടല്ലേ സ്വപ്നങ്ങളിലേക്ക് മനസ്സ് പോകുന്നത്. സ്വപ്നം അവിടെ കാണാൻ സാധ്യതകളുണ്ടല്ലോ, സ്വപ്നത്തിൽ ബോധമുണ്ടല്ലോ. അപ്പോൾ ആ വ്യക്തിയിലെ ബോധം മുഴുവൻ കെട്ടടങ്ങി മുഴുവൻ ശൂന്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതവിടെ പൊട്ടൻഷ്യലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോയി നമുക്ക് പറയാൻ പറ്റില്ല. കറണ്ട് ആ ഒരു പർട്ടിക്കുലർ ബൾബിലൂടെ വർക്ക് ചെയ്യുന്നില്ല, അത് മാത്രം. എന്നതുപോലെ ഇവിടെ താൽക്കാലികമായി നമ്മുടെ ചിന്തകൾ കെട്ടടങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നു ബോധം അപ്രത്യക്ഷമായെന്ന്. പക്ഷെ ബോധം അപ്പോഴും ഉണ്ട്. ബോധമുള്ളത് കൊണ്ടാണ് നമുക്ക് രാത്രി ഉറക്കം കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ പറയാൻ പറ്റുന്നത്, ഞാൻ ഇന്നലെ സുഖമായി കിടന്നു, ഒരു ചിന്തയും ഉണ്ടായില്ല, അങ്ങനെ ഞാൻ മരം വെട്ടിയിട്ട പോലെ അങ്ങനെ കിടന്നു. അങ്ങനെ ജീവിതത്തിൽ ഇത്രയും അങ്ങോട്ടൊരു ആനന്ദത്തിൽ കിടന്ന ദിവസം ഉണ്ടാവില്ല. ഒരു സ്വപ്നവും കാണാം, സുഖമായിട്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത്രയും നേരം ഒരു ചിന്തകളും എന്നെ അലട്ടിയില്ല, ഇത്രയും നേരം ഞാൻ സ്വപ്നങ്ങളൊന്നും കണ്ടില്ല. എങ്ങനെ ഈ വ്യക്തിക്ക് പറയാൻ സാധിച്ചു? കാരണം ഇത്രയും നേരം അപ്പം ഇത്രയും നേരം ഇതൊന്നും കണ്ടിട്ടില്ല എന്നുള്ളൊരു ബോധം അന്തർലീനമായി അവിടെ കിടക്കുന്നതുകൊണ്ടല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഉറങ്ങിയപ്പോൾ വല്ല സ്വപ്നമൊക്കെ കണ്ടു? ഞാൻ ഒരു സ്വപ്നം കണ്ടില്ല, ഞാൻ കിടന്നുറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ രാവിലെ എണീക്കുമ്പോഴാണ് ഇത്രയും നേരം ഞാൻ സുഖമായിട്ട് ഇറങ്ങി. അപ്പോൾ ഇത്രയും നേരം, ഇപ്പം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ മരം വെട്ടിയിട്ട പോലെ അങ്ങോട്ട് കിടന്നു, ഒന്നും ഓർമ്മ ഉണ്ടായില്ല. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ബോധം വരുമ്പോഴാണ് ബോധം വന്നത്. ബോധം വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ഇത്രയും നേരം സുഖമായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതുവരെ ഒരു ചിന്തയും അലട്ടിയില്ല എന്ന് അറിയാനുള്ള ഒരു ബോധം അതവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഈ രാത്രി കിടന്നത് മുതൽ രാവിലെ ഉണർന്നതുവരെ ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല, ഞാനൊന്നും സ്വപ്നം കണ്ടിട്ടില്ല എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഏതായാലും ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആധികാരികമായ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സത്യം മനസ്സിലാവും. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ ഊർജത്തിൽ നിന്ന്, ബോധ ഊർജത്തിൽ നിന്നും ജീവ ഊർജത്തിൽ നിന്നും വികസിച്ച് വന്നവനാണ്. ഊർജത്തിൽ നിന്നാണ് എല്ലാം ഇവിടെ വികസിച്ച് വന്നത്. അപ്പോൾ ഊർജത്തിൽ നിന്ന് വികസിച്ച് വന്നതുകൊണ്ട് നമുക്ക് നാശമില്ല. കാരണം ഊർജത്തിന് നാശമില്ല. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങോട്ടും പോകാനുമില്ല. കാരണം ഊർജം എന്നും ഇവിടെ ഉണ്ട്. നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ്, നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ്, ആൻഡ് ദിസ് എനർജി ഈസ് ഓൾവേസ് ഹിയർ. എനർജിക്ക് എങ്ങോട്ടും പോകാനില്ല. കാരണം സ്വർഗത്തിൽ പോകണോ എന്നൊക്കെ ഇതര മതങ്ങൾ പറയുമ്പോഴും അവരറിയുന്നില്ല അവിടെയും എനർജി, ഇതേ എനർജിയാണ് അവിടെയും ഉള്ളത്, ഇതേ എനർജിയാണ് നരകത്തിലുള്ളത്, ഇതേ എനർജിയാണ് ഏത് ഗ്രഹത്തിലും. കാരണം എനർജി ഈസ് ഓൾവേസ് കംപ്ലീറ്റ് ആണ്, അത് ഇൻഫിനിറ്റാണ്, അത് പൂർണ്ണമാണ്. പൂർണ്ണതയ്ക്ക് എവിടെ പോകാൻ പറ്റും? ഒരു പൂർണ്ണമായ ശക്തി, അതിൽ നിന്നാണ് നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതല്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് ഇനി എത്ര
എന്തൊക്കെ ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങളും ശ്രമിക്കൂ. ഊർജത്തിൽ നിന്നല്ല മനുഷ്യൻ പരിണമിച്ചു വന്നത്, പരിണാമം സംഭവിച്ചതെന്ന്. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് പടച്ചിട്ട് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നൊക്കെ ഉള്ളത് അന്ധമായ വിശ്വാസങ്ങൾ, മനുഷ്യൻ കാലാകാലങ്ങളിൽ കൊണ്ടു നടക്കുന്ന ചില അന്ധവിശ്വാസങ്ങൾ. ഇത് ഹിന്ദു ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവിടെ വളരെ വ്യക്തമാണ് ഇതൊരു എവല്യൂഷനാണ്, ഇതൊരു പരിണാമമാണ്. ഡാർവിൻ പറയുന്നതിന് മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപനിഷത്ത് മന്ത്രങ്ങൾ ഞാൻ കോട്ട് ചെയ്ത് തരാം. തൈത്തിരീയ ഉപനിഷത്തെടുത്ത് നോക്കൂ, അവിടെ കാണാം നിങ്ങൾക്ക് ആകാശാദ്വായു വായോരഗ്നി അഗ്നേരാപ്പാം ആപാത് പൃഥിവി പൃഥിവ്യാദോഷധയ ഓഷധയോ അന്നം അന്നാദ് ഭൂതാനി. ഇങ്ങനെ ക്രമപ്രകാരം ഒന്നിൽ നിന്നും ഒന്ന് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നതെന്നൊരു ചിത്രം ഡാർവിൻ ജനിക്കുന്നതിന് മുമ്പ് ഉപനിഷത്തുക്കളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതൊരു പരിണാമമാണ്, ഇതൊരു വികാസമാണ്. ഈ വികാസം സംഭവിക്കണമെങ്കിൽ അടിസ്ഥാനമായൊരു ഊർജം വേണം. ഒരു ആഭരണം ഉണ്ടാക്കണമെങ്കിൽ സ്വർണം വേണ്ടേ? ഹൈഡ്രജനും ഓക്സിജനും എന്നൊരു സത്യം ഉണ്ടെങ്കിലല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ. ഒന്നിൽ നിന്നല്ലേ മറ്റൊന്ന് പരിണാമം ഉണ്ടാവുള്ളൂ. ഇപ്പം ജീവൻ എന്ന ബോധ ഊർജത്തിൽ നിന്നേ മനുഷ്യൻ ഇവോൾവ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ദൈവം അവിടെ കിടന്നിങ്ങോട്ട് പടച്ചു വിട്ടതല്ല. അങ്ങനെ ഒരു പടച്ചവനൊന്നും ആകാശത്തിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നില്ല. ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ നിങ്ങൾ മാറ്റണം. ഇതൊക്കെ സെമിറ്റിക് മതങ്ങളുടെ വളരെ താഴ്ന്ന, വളരെ ദുർബലമായ, ലിമിറ്റഡ് ആയിട്ടുള്ള സങ്കുചിതമായ കാഴ്ചപ്പാടുകളാണ്. അതിൽ നിന്നൊക്കെ മനുഷ്യൻ ഇവോൾവ് ചെയ്യണം. അപ്പം മനുഷ്യൻ ഇവിടെ വന്നിരിക്കുന്നത് അനന്തമായ ഊർജത്തിൽ നിന്നാണെങ്കിൽ ആ ഊർജ്ജശക്തി എപ്പോഴും അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവനെപ്പോൾ വേണമെങ്കിലും അവനെ മാറ്റിമറിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നാം ദുർബലരാണ്, അവശ്യരാണ്, ഒന്നിനും കഴിവില്ലാത്തവരാണ് എന്നൊക്കെ ഉള്ളത് വെറും നമ്മുടെ മിഥ്യാബോധമാണ്. നമ്മൾ വെറുതെ ഉള്ളിലുണ്ടാക്കി വെച്ച ചില കോംപ്ലക്സുകളാണ്, നമ്മളുണ്ടാക്കി വെച്ച ചില നെഗറ്റീവ് തോട്ട്സുകളാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നമുക്ക് മാറി നമ്മളിലെ ഊർജത്തെ നമുക്ക് ഉണർത്തണമെങ്കിൽ അതിനൊരു വഴി വേണം. നമുക്കൊരു വഴി കാണിച്ചു തരണം. ആ വഴിയാണ് നമ്മളിലുള്ള കഴിവിൻ്റെ, സാധ്യതകളുടെ, നമ്മളിലുള്ള പൊട്ടൻഷ്യൽ പവറിൻ്റെ, നമ്മുടെ ജീവശക്തിയുടെ മഹത്വത്തിൻ്റെ, നമ്മളിലെ ഇൻഫിനിറ്റായ ഊർജത്തിൻ്റെ ആ സാധ്യതകൾ നമുക്ക് കാണിച്ചു തന്ന് നമ്മളെ വീണ്ടും ആ ഊർജ്ജശക്തിയിലേക്ക് ഉണർത്തി ഉയർത്തി ജീവിതം ആനന്ദമയമാക്കി അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കൃഷ്ണൻ വഴി കാണിക്കാൻ ഈ ഗീതയിലൂടെ. അതുകൊണ്ടാണ് ഗീത സത്യമാണ്, ഊർജം സത്യമാണല്ലോ. ആ ഊർജം നിങ്ങളിലുണ്ടെന്ന് പറഞ്ഞാൽ ശരിയില്ല, നിങ്ങൾ ആ ഊർജമാണെന്ന് പറഞ്ഞാലേ ശരിയാണ്. കാരണം നിങ്ങളിൽ ഊർജമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളാരാണപ്പം? നിങ്ങളെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ആ ഊർജം സത്യമാവണം. ജീവനുണ്ടെങ്കിലേ എനിക്ക് ഞാനെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാനെന്ന് പറയാൻ എനിക്ക് ജീവൻ വേണമെങ്കിൽ, ആ ബോധശക്തി വേണമെങ്കിൽ എന്നിലാണോ ഊർജമിരിക്കുന്നത്? എന്നിലാണോ ശക്തി ഇരിക്കുന്നത്? ഞാൻ തന്നെ അതിൻ്റെ ഒരു ഭാഗമല്ലേ? ഞാൻ തന്നെ അതല്ലേ? തത് ത്വം ത്വം തത്, നീ അതാകുന്നു എന്നാണ്. അല്ലാതെ നിന്നിലല്ല അത്, നീ അതിലാകുന്നു, നീ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഒരു കടലിൽ ചെന്നിട്ട് നമ്മൾ തിരമാലകളോട് പറയുകയാണ് നീ കടലിൻ്റെ ഭാഗമാണ്, നീ കടലാകുന്നു. ശരിയാണ്, കടലിലേക്ക് തിരിച്ചു പോയാൽ കടലായി. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ആ ഒരു ഇൻഫിനിറ്റ് ശക്തിയാണെങ്കിൽ ആ ശക്തി എപ്പോഴും നമ്മളിലുണ്ടെന്ന് പറയുന്നേക്കാൾ നല്ലത് നമ്മളെ നിലനിർത്തിക്കൊണ്ടുണ്ട്. നമ്മളെ എപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ശക്തിയാണ് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടത്. അപ്പം അതിലേക്ക് നമ്മളെ ഉയർത്തി ഉണർത്തിയാൽ ജീവിതം മറ്റൊന്നായി വഴിമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിലൊരു അത്ഭുതകരമായ, അനന്തമായ, അതിശക്തമായ ഊർജ്ജശക്തിയുണ്ട്, ബോധശക്തിയുണ്ട്. ആ ശക്തിയാണ് നമുക്ക് ടാപ്പ് ചെയ്തത് നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടത്. അപ്പം അതിന് കൃഷ്ണൻ വഴി കാണിച്ചു തരാണ്. നമ്മൾ 5-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകത്തിലാണ് നിൽക്കുന്നത്. ആ ശ്ലോകത്തിലേക്ക് കിടക്കാം. ആ ശ്ലോകം ഒന്ന് ചൊല്ലാം നമുക്ക്. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ
സർവഭൂതാത്മഭൂതാത്മാ കുറുവന്നഭിനലിപ്യതേ. യോഗയുക്ത്. ഞാൻ ആ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടായി, എങ്കിലും ഒന്നുകൂടി ഓർപ്പിക്കുക. ഞാൻ പറഞ്ഞു ഗീത സത്യമാണ് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ഉൾക്കൊള്ളാം, നമുക്കത് സ്വീകരിക്കാം, ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പം ഭഗവത്ഗീതയും മറ്റ് മതഗ്രന്ഥങ്ങളും നമ്മളെ വ്യത്യാസം വെച്ചാൽ അത് വെറുതെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പോയാൽ മതി. കർത്താവ് അവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും കർത്താവായിട്ട് ഒരു ബന്ധമില്ല. ആകെ ഉള്ളത് ഭർത്താവായിട്ടുള്ള ബന്ധമുള്ളൂ. ഇപ്പം കർത്താവ് എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകണമെന്നുള്ളത് ഇപ്പം അറിയില്ല. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കർത്താവ് അവിടെ ചെല്ലുമ്പം വലിയ ആനുകൂല്യങ്ങളൊക്കെ തരും. ഈ വിദേശത്തൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളെ പോലെയാണ്. അവരിവിടെ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യും. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി, പിന്നെ വലിയ വലിയ ജോലിയാണ്, ഉന്നത നിലവാരത്തിലുള്ള ജോലിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗൾഫിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ഒരുത്തൻ അവിടെ ചെന്ന് പെട്ടപ്പോഴാണ് അവനോട് ചോദിച്ചു എന്താ ഉന്നത. അപ്പം പറഞ്ഞു പനയുടെ മുകളിലാണ് നിനക്ക് ജോലി. ആ പനയിലുള്ള സാധനങ്ങളൊക്കെ പറിച്ച് താഴെ. അപ്പം പറഞ്ഞു എനിക്ക് കയറാനൊന്നും അറിയില്ലല്ലോ, ഞാനിതുവരെ തന്നോട് അപ്പോഴേ പറഞ്ഞല്ലോ ഉന്നത നിലവാരത്തിൽ നീ കയറണം, ഉന്നത നിലവാരത്തിൽ നിന്നാണ് പണിയെടുക്കാനുള്ളതെന്ന്. അപ്പോൾ ഈ ഉന്നത നിലവാരം ഇവൻ വിചാരിച്ചത് എന്താണ്, ലിഫ്റ്റിലൊക്കെ കയറി സൂട്ടും കോട്ടും കൈ തയ്യൊക്കെ ഇട്ട് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായി പനയുടെ മുകളിൽ കയറലാണെന്നുള്ളത്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ അന്ധമായൊന്നും വിശ്വസിക്കേണ്ട. ഇവിടെ നിങ്ങൾക്ക് ഗീത കാണിച്ചു തരികയാണ്. നിങ്ങൾ പ്രവർത്തിക്കാൻ പരിശീലിക്കാൻ തയ്യാറുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം എന്താ മനസ്സിലാക്കേണ്ടത്? യോഗയുക്തരായി ജീവിക്കുക. യോഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളെ നിലനിർത്തുന്ന അല്ലെങ്കിൽ നമ്മളാക്കി നിർത്തുന്ന അനന്തശക്തിയിലേക്ക് യോഗം ചെയ്തുകൊണ്ട് നമ്മളെ അതിലേക്ക് ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് പരിവർത്തനം വരുത്തണം. അതിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ തടസ്സം സൃഷ്ടിക്കുന്ന തടസ്സങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടായി. ആലസ്യം, അസ്വസ്ഥത, അടിമത്വം, അവശത, അജ്ഞാനം തുടങ്ങിയതെല്ലാം നമുക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പം അതിനാണ് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ പറഞ്ഞാൽ കൃത്യനിഷ്ഠ വേണം, ചില ജപങ്ങളൊക്കെ വേണം. നിങ്ങളോട് പറഞ്ഞില്ലേ ജപമാലയായിട്ട് രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ, എന്നിട്ടൊരു 10-12 പ്രദക്ഷിണം വയ്ക്കുക. മാല ഓരോ റൗണ്ടിൽ 108 പ്രാവശ്യം. അങ്ങനെ ഇനി ഒരു 7-8 തവണയൊക്കെ പ്രദക്ഷിണം വെച്ചൊരു 8 റൗണ്ടൊക്കെ ജപമാല എടുത്ത് ജപിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുക എന്തിനാണെന്ന്. നിങ്ങളുടെ ഉള്ളിലുള്ള തമോ ഗുണം മാറും, രജോ ഗുണം മാറും. അപ്പം നമ്മളെ തടസ്സപ്പെടുത്തുന്ന 2 ശക്തികളാണ് ആലസ്യവും അസ്വസ്ഥതയും. ടെൻഷൻ, സ്ട്രെസ്, പേടി, കോൺഫിഡൻസ് ഇല്ലായ്മ, ഏകാഗ്രത. ഇത് മൈൻഡ് ഇങ്ങനെ വിരളി പിടിച്ചിരിക്കുക. അപ്പം ആ മനസ്സൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യാൻ, ശാന്തമാവാൻ. അപ്പം മനസ്സിന് ചില ഉപാസനകൾ ശീലിപ്പിക്കണം. അപ്പം നമ്മൾ നിരന്തരം ഈ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി ആ എണീക്കൽ ഒരു കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യും. നടത്തം നമ്മളിൽ തമോ ഗുണം ക്രമേണ പോവും. പിന്നെ ജപിക്കൽ, ഈ ചഞ്ചലത, റെസ്റ്റ്ലെസ്നെസ്, അത് ക്രമേണ കാം ഡൗൺ ആവും. ഈ തരത്തിൽ മനസ്സിനെയും അതുപോലെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന തമോ ഗുണ രജോ ഗുണങ്ങളെയൊക്കെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ഇത്തരം സാധനകൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു കൃത്യനിഷ്ഠ പാലിക്കുകയാണെങ്കിൽ ഈ പരിവർത്തനം നിങ്ങളിൽ കാണാം. അതുകൊണ്ടാണ് പ്രവൃത്തിയിലൂടെ, പരിശീലനത്തിലൂടെ മാത്രമേ ഭഗവത്ഗീത പറഞ്ഞ ഒരു വിജയം നമുക്ക് സാധ്യമാവുള്ളൂ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അന്ധമായി വിശ്വസിക്കാനുള്ളതല്ല ഗീത, അന്ധമായി വായിക്കാനുള്ളതല്ല ഗീത. ഒരു ജീവിത രീതിയെ വാർത്തെടുക്കുന്നതാണ് ഗീത. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ ഒരു ജീവിത ചിട്ടയിലേക്ക് വരട്ടെ. അതിപ്പോൾ അമ്പലത്തിൽ തന്നെ പോകണമെന്നില്ലേ, രാവിലെ നടക്കാം. ഞാൻ അമ്പലത്തിൽ നിന്ന് പോകുന്നതിന് നടക്കാൻ പോയാലും മതി. ജപിക്കണ്ട, വെറുതെ ഓം 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 എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ മനസ്സിന് ഏകാഗ്രത വേണമെങ്കിൽ ഒരു മന്ത്രം, ഒരു ചിന്ത നിങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിക്കുക. ഈ തരത്തിൽ ഒരു പരിവർത്തനം നമുക്ക് സാധ്യമാണ്, നമ്മൾ തയ്യാറാണെങ്കിൽ. അപ്പം അതുകൊണ്ട് പരിശീലനത്തിലൂടെ പരിവർത്തനം, ഇതാണ് നമ്മുടെ ഋഷിവര്യന്മാരുടെ ആഹ്വാനം. പരിശീലനത്തിലൂടെ പരിവർത്തനം. നമുക്ക് അത് നമ്മുടെ ജീവിത മുദ്രാവാക്യമാക്കി എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.